ചെയ്യുന്ന അളവെത്തണം. രണ്ടാമത്തെ ടാബ്ലറ്റ് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുകയാണെങ്കിൽ, രാവിലെ കഴിച്ചതിന്റെ ശേഷം ഉച്ചയ്ക്ക് കഴിക്കുകയാണെങ്കിൽ അതും ഇതേ പ്രോസസ്സിൽ ബോഡി അബ്സോർവ് ചെയ്യുന്നു, കുറച്ച് സിസ്റ്റമിക് സർക്കുലേഷൻ വരുന്നു, കുറച്ച് എക്സിക്യൂട്ട് ചെയ്തു പോകുന്നു. അതിന് സിസ്റ്റമിക് സർക്കുലേഷനിലുള്ള മരുന്ന് എത്രയാണ് ഉടനെ രാവിലെ കഴിച്ചതും ഉച്ചയ്ക്ക് കഴിച്ചതും കൂടെ കൂട്ടി എത്ര ഉണ്ടാകുന്നു. മൂന്നാമത്തെ ഡോസ് കഴിക്കുന്നു വൈകുന്നേരം, അതൊരു ഇത് തന്നെ സംഭവിക്കുന്നു. അപ്പോൾ നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്ന മരുന്ന് ഒരു നിശ്ചിത അളവിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ വന്നിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും. അവിടെ വെച്ച് മൈക്രോ ഓർഗാനിസം നശിച്ചു കൊടുക്കും. അപ്പോൾ ഒരു മൈക്രോ ഓർഗാനിസത്തിന്, ഒരു പർട്ടിക്കുലർ മൈക്രോ ഓർഗാനിസം നശിപ്പിക്കാൻ എത്രമാത്രം ആന്റിബയോട്ടിക്സ് നമ്മൾ കഴിക്കണം, എത്രമാത്രം ആന്റിബയോട്ടിക്സ് നമ്മുടെ ഉള്ളിൽ വന്നാൽ ഈ മൈക്രോ ഓർഗാനിസം നശിച്ചു പോകും. അത് പ്രീവിയസ് ആയി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ മരുന്നിന്റെ ഡോസ് ഫിക്സ് ചെയ്യുന്നത്. ആ ഡോസ് ആണ് ഡിവൈഡഡ് ഡോസായി നമ്മൾ കഴിക്കുന്നത്. അങ്ങനെ ഡിവൈഡഡ് ഡോസായി നമ്മൾ കഴിക്കുന്ന മരുന്ന് ഒരു നിശ്ചിത അളവ്, നിശ്ചിത ടൈം കഴിയുമ്പോൾ, നിശ്ചിത ദിവസം കഴിയുമ്പോൾ ഒരു പൂർണ്ണതയിൽ എത്തുന്നു നമ്മുടെ ബ്ലഡിൽ. ആ സ്റ്റേജിൽ വെച്ച് നമ്മളുടെ മൈക്രോ ഓർഗാനിസംസ് നശിക്കപ്പെടുന്നു. പിന്നെ അത് മുമ്പോട്ട് കൊണ്ടുവന്നില്ല. അവിടെ തൊട്ട് മൈക്രോസ് നശിച്ചു തുടങ്ങുന്നു, നമ്മുടെ അസുഖം മാറി തുടങ്ങുന്നു, ആന്റിബയോട്ടിക്സിന്റെ ഡോസ് നമ്മൾ കുറച്ച് കൊണ്ടുവരുന്നു, കംപ്ലീറ്റ് ആക്കുന്നു. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡിയും സിസ്റ്റമാറ്റിക് കാൽക്കുലേഷനും സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ കഴിക്കുകയും ചെയ്യും. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ? 500 മില്ലിഗ്രാം ഒരു ടാബ്ലറ്റ് നമ്മൾ കഴിക്കുന്നു ഒരു 5 ദിവസത്തേക്ക് പറയുകയാണ്. ഈ 5 ദിവസം കഴിച്ചാൽ ഇത്ര 5-ാമത്തെ ദിവസം ആകുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഇത്രമാത്രം അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാകും, ഇങ്ങനെ മൈക്രോ ഓർഗാനിസം നശിപ്പിച്ചിട്ടുണ്ടാകും എന്ന് നമ്മൾ പ്രീവിയസ് ആയി കാൽക്കുലേറ്റ് ചെയ്യുന്നു. നമ്മളൊരു ടാബ്ലറ്റ്, നമ്മൾ സാധാരണ നമ്മുടെ കടയിൽ വരുന്ന ഒരു ടാബ്ലറ്റ് നിസ്സാരമായിട്ട് എടുത്ത് വിൽക്കുന്നു, ആളുകൾ കൊണ്ടുപോകുന്നു. ഈ ഒരു ടാബ്ലറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുവാൻ എന്തെല്ലാം ത്യാഗങ്ങൾ എത്ര പേര് ചെയ്തിട്ടുണ്ടാകും നമുക്കറിയാം. അതാണ് അലോപ്പതി മരുന്നും ആയുർവേദ മരുന്നുകളും മറ്റു മരുന്നുകളും തമ്മിലുള്ള വ്യത്യാസം. കാരണം നമ്മൾ കഴിക്കുന്ന മരുന്നിൽ എത്രമാത്രം ഇതിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഉറപ്പിച്ച് പറയാം, ഞാനീ പറയുന്ന കണ്ടന്റ് അല്ലാതെ വേറെ ഒന്നും ഇതിനകത്തില്ല. ആയുർവേദത്തിൽ അങ്ങനെയാണോ? നമ്മൾ കഴിക്കുന്ന മരുന്നിൽ അറിയാവുന്ന കുറെ മരുന്നുകളും ഒരിക്കലും കണ്ടുപിടിക്കപ്പെടാത്ത ഒരുപാട് മരുന്നുകളും ആ ആയുർവേദത്തിൽ അടങ്ങിയിട്ടുണ്ട്. കാരണം അതിനകത്ത് അറിയാവുന്ന കുറെ മരുന്നുകളാണെന്ന് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറിഞ്ഞൂടാത്ത മരുന്നുകൾ നമുക്കറിയില്ല, അതെങ്ങനെ നമ്മുടെ ബോഡിയിൽ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ അലോപ്പതി മരുന്നുകളിലാണെങ്കിൽ അതിനകത്ത് അടങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാണെന്നും നമ്മുടെ ശരീരത്തിൽ അത് കഴിച്ചാൽ നമ്മൾ